മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഇന്ന് തന്നെ പ്രഖ്യാപിക്കാൻ CPIM-ഉം CPI-യും CPIM സ്ഥാനാർത്ഥി പട്ടിക വൈകിട്ട് 5 മണിക്ക് AKG സെന്ററിൽ വെച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രഖ്യാപിക്കും. CPI സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും ഇന്ന് തന്നെ ഉണ്ടായേക്കും. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷം പൂർണ്ണ സജ്ജമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിനെ ഏത് തരത്തിലും നേരിടുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇന്ന് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഇന്ന് തന്നെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിച്ചു തുടങ്ങും. സീറ്റുകളെല്ലാം നേരത്തെ തന്നെ ധാരണയിലെത്തിക്കഴിഞ്ഞു. CPM-ന്റെ സ്ഥാനാർത്ഥികളെ പൂർണ്ണമായിട്ടൊന്ന് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി അർജുൻ രാജാണ് ചേരുന്നത്. അർജുൻ, LDF എല്ലാം സെറ്റാണെന്നാണ് പറയുന്നത്. 110 സീറ്റ് മുൻനിർത്തി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളെല്ലാം CPIM-ൽ നിലവിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തെങ്കിലും സർപ്രൈസുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ടോ അർജുൻ? ശാമിലി, CPIM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക ഏറെക്കുറെ പൂർണ്ണമാണ്. ചില സീറ്റുകൾ അതിൽ ഒരു സർപ്രൈസിനൊക്കെ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒന്നാമത്തേത് പാലക്കാട് നിയമസഭാ മണ്ഡലമാണ്. അവിടെ ഇപ്പോഴും ഒരു ഒറ്റ പേരിലേക്ക് എത്താൻ CPM-ന് കഴിഞ്ഞിട്ടില്ല. അത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്നതൊരു വ്യക്തത വരാത്തത് കൊണ്ട് കൂടിയാണ്. പക്ഷേ ഇനി എന്തായാലും അതിൽ അധികം കാത്തിരിക്കാൻ CPIM ശ്രമിക്കുന്നില്ല. ഇന്ന് തന്നെ പാലക്കാട് ഉൾപ്പെടെയുള്ള എല്ലാ സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് CPIM ഒരുങ്ങുന്നത്. പാലക്കാട് P സരിൻ അല്ലെങ്കിൽ ഒരു സർപ്രൈസ് എന്ന നിലയ്ക്ക് തന്നെയാണ് CPIM ഇപ്പോഴും നൽകുന്ന സൂചന. അത് MV ഗോവിന്ദൻ എന്താണ് എന്നുള്ള കാര്യത്തിൽ പ്രഖ്യാപനം നടത്തും. രണ്ടാമത്തേത് കോവളം സീറ്റുമായി ബന്ധപ്പെട്ടാണ്. തിരുവനന്തപുരത്ത് LDF ജയിക്കാത്ത ഏക മണ്ഡലമാണ് കോവളം. അവിടെ കോൺഗ്രസിന്റെ M വിൻസെന്റ് ആണ് MLA. അദ്ദേഹത്തിനെതിരെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ആകാംക്ഷയായി പറയേണ്ടത്. നേരത്തെ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിന് ആ സീറ്റ് കൊടുത്തിരുന്നെങ്കിലും അവിടെ ഒരു സ്വതന്ത്രനെ ഇറക്കി ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം CPIM നോക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു നേതാവ് അവിടെ സ്ഥാനാർത്ഥിയായാലും അത്ഭുതപ്പെടാനില്ല. അതും MV ഗോവിന്ദൻ പ്രഖ്യാപിക്കുന്നതുവരെ കാത്തിരിക്കാം എന്നാണ് പറയേണ്ടത്. 86 സീറ്റിലാണ് സ്വതന്ത്രരടക്കം CPIM മത്സരിച്ചത്. അതിൽ 55 സിറ്റിംഗ് MLA-മാർ വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ടാണ് CPIM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുന്നത്. ഏതെങ്കിലും തരത്തിൽ നേരത്തെ തീരുമാനിച്ച പട്ടികയിൽ നിന്ന് മാറ്റം വരാനുള്ള സാധ്യത ഒന്നുപോലും നിലനിൽക്കുന്നില്ല. മറ്റൊന്ന് CPI-യുടെ കാര്യമാണ്. 25 സീറ്റിലാണ് CPI കഴിഞ്ഞ തവണ മത്സരരംഗത്ത് ഉണ്ടായത്. അതിൽ 4 മന്ത്രിമാരും ഇത്തവണ ജനവിധി വീണ്ടും തേടുകയാണ്. 3 ടേം വ്യവസ്ഥ CPI ആണ് കർശനമായി പാലിക്കുന്നത്. അതുപ്രകാരം 6 MLA-മാർ ഇത്തവണ മാറി നിൽക്കും. പകരം 6 പുതിയ ആളുകളാണ് ആ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായി വരുന്നത്. മറ്റ് സിറ്റിംഗ് സീറ്റുകളിലൊന്നും CPI-ക്കും മാറ്റമില്ല. 25 സീറ്റുകളുടെ കാര്യത്തിലും CPI ഏറെക്കുറെ ഒറ്റ പേരിലേക്ക് എത്തിയിട്ടുണ്ട്. CPIM-ന് മലപ്പുറത്തെ ചില സീറ്റുകളിൽ അവിടെ ലീഗിൽ നിന്നുള്ള ആളുകളെ പരീക്ഷിക്കണോ എന്നുള്ള ആലോചന നടക്കുന്നുണ്ട്. പൊതു സ്വതന്ത്രരെ കൂടി പരിഗണിക്കുന്നുണ്ട്. അതല്ലാതെ CPIM-ന് വിജയസാധ്യത ഉറപ്പുള്ള ഒരു മണ്ഡലത്തിലും ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പം നിലവിലില്ല. അത് 5 മണിക്ക് കൃത്യമായി തന്നെ MV ഗോവിന്ദൻ പ്രഖ്യാപിക്കും. നേരത്തെയൊക്കെ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനം വന്നാൽ 1 മണിക്കൂറിനകം CPIM-ന്റെ സ്ഥാനാർത്ഥികളെ അറിയാമെന്നുള്ളതാണ്. ആ കോൺഫിഡൻസ് CPIM-ന് ഇപ്പോഴുമുണ്ട്. 5 മണിക്ക് MV ഗോവിന്ദൻ സ്ഥാനാർത്ഥികളുടെ പൂർണ്ണ പട്ടിക പ്രഖ്യാപിക്കും. സമാനമാണ് CPI-യുടെ കാര്യവും. MN സ്മാരകത്തിൽ 5 മണിക്ക് ബിനോയ് വിശ്വവും അവരുടെ 25 അംഗ പട്ടിക പ്രഖ്യാപിക്കും. അതേസമയത്ത് കേരള കോൺഗ്രസ് M-ഉം NCP-യും നിലവിലും ഒരു പൂർണ്ണ തീർപ്പിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരരംഗത്ത് ഇറങ്ങുമോ എന്നുള്ളതിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുന്നുണ്ട്. പെരുമ്പാവൂരും അവരുടെ സീറ്റാണ്. അവിടെ ആരെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിലും ഒറ്റ പേരിലേക്ക് എത്തിയിട്ടില്ല. NCP എലത്തൂരിൽ ആരെ നിർത്തണമെന്നുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുകയാണ്. മലപ്പുറം സീറ്റ് അവർക്ക് കോട്ടയ്ക്കൽ വാങ്ങി CPM തിരിച്ചു കൊടുത്തതാണ്. ആ സീറ്റിന്റെ കാര്യത്തിലും ഒരു തീരുമാനം വരാനുണ്ട്.